കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ആ പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിബന്ധിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അപ്പോൾ അവൻ ദൂതന്മാരെ അയക്കും. അവർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ 4 ദിക്കുകളിൽ നിന്നും അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. അതിൻ്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിക്കലെത്തിയിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചുകൊള്ളുക. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശുദ്ധായിരത്തിലെ സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 33-ാം ഞായറാഴ്ചയിലേക്കാണ് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുന്നത്. അടുത്ത ഞായറാഴ്ച ക്രിസ്തുരാജൻ്റെ തിരുനാളോടുകൂടി ഒരു ആരാധനാ ക്രമവത്സരം അവസാനിക്കുകയാണ്. യേശുവിൽ ആരംഭിച്ച് യേശുവിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഈ ഒരു ആരാധനാ ക്രമം ക്രമീകരിച്ചിരിക്കുക. ആൽഫയും ഒമേഗയുമായ ക്രിസ്തുവിലാണ് എല്ലാം ഉൾക്കൊള്ളുന്നത് എന്ന് നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ആരാധനാ ക്രമവത്സരം. ഈ ആരാധന ക്രമവത്സരത്തിൻ്റെ അവസാനത്തോടെടുക്കുമ്പോൾ പ്രധാനമായും അവിടുത്തെ അന്ത്യവിധിയെക്കുറിച്ചും അതുപോലെ തന്നെ ലോക അവസാനത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ കൂടുതലായി വായിച്ചു കേൾക്കുക. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളിൽ ഈ ഒരു ലോക അവസാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കൂടുതലായി നമ്മുടെ മുമ്പിൽ പ്രതിപാദിപ്പിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം മുഴുവൻ ഈ ലോക അവസാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. അതിനാൽ തന്നെ ഇതിനെ യുഗാന്താത്മുക പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ വെളിപാടിൻ്റെ പ്രഭാഷണങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ലോക അവസാനത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ 2ാമത്തെ ആഗമനം സംഭവിക്കുന്നത് ഈ ഒരു ലോക അവസാനത്തോടു കൂടിയായിരിക്കും എന്ന ഒരു ധ്വനി നമുക്കിതിൽ കാണുവാൻ സാധിക്കും. അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എപ്രകാരമാണ് ഇത് സംഭവിക്കാൻ പോകുന്നത് എന്നെല്ലാം വ്യക്തമാക്കുമ്പോൾ അവസാനം കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം, എന്നാൽ ഈ 2ാമത്തെ വരവ് എപ്പോൾ സംഭവിക്കുമെന്ന് പിതാവിന് മാത്രമേ അറിയൂ എന്ന ഒരു കാര്യം കൂടി കർത്താവ് ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു ലോകാവസാന നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എപ്രകാരമാണ് നമ്മളെ തന്നെ ഒരുക്കേണ്ടത് എന്നാണ് കർത്താവ് ഇവിടെ സൂചിപ്പിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലെ വായനകൾ പരിശോധിക്കുകയാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുതന്നെയാണ്. എപ്പോഴും ഒരുക്കത്തോടെ കൂടെ ഇരിക്കുക, എപ്പോഴും ജാഗരൂകതയായി പാലിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഏത് നിമിഷം കടന്നു വന്നാലും ഒരുക്കത്തോടുകൂടെ കർത്താവിനെ സ്വീകരിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണം എന്നാണ് ഇന്നത്തെ സുവിശേഷവും നമ്മോട് ആഹ്വാനം ചെയ്യുക. ഈ ഒരു ലോകാവസാന കാലത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരിയേറെ അടയാളങ്ങൾ നമ്മുടെ മുമ്പിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒത്തിരിയേറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരു സമയമായിരിക്കാം അതും. അതുപോലെ തന്നെ സൂര്യൻ ഇരുണ്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകുമെന്നും ചന്ദ്രപ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് നിബന്ധിക്കും എന്നുമെല്ലാം നമ്മളെ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഇതൊക്കെ ഒരു അടയാളമായിരിക്കും എന്നുകൂടി കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്.
ഈ അടയാളങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കർത്താവിൻ്റെ ആ രണ്ടാമത്തെ വരവ് ഇതോടുകൂടി ആരംഭിച്ചിരിക്കുന്നു എന്നാണ്. അതിനുവേണ്ടി ഒരു ഉപമ പറയുന്നത് എന്താണ്? അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. അത് ഒരു ഉപമയായിട്ട് നമ്മുടെ മുമ്പിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. കാരണം അത്തിമരം എന്താണ്? അതിൻ്റെ കൊമ്പുകൾ ഇളതായി തളർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം എന്ന് സൂചിപ്പിക്കുന്നത് പോലെ. കാരണം ഈ അത്തിമരത്തിൻ്റെ ഒരു പ്രത്യേകത, വസന്തകാലത്തിൻ്റെ അവസാനമാണ് ഈ ഇതിൽ തളിർപ്പുകൾ വന്നു തുടങ്ങുക. അത് കാണുമ്പോൾ തന്നെ അവർക്കറിയാം ഇതാ വേനൽക്കാലം ആയി എന്ന്, അല്ലെങ്കിൽ വേനൽക്കാലം ഇതാ ആരംഭിക്കുന്നു എന്ന് അത് കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ നടക്കുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഇതാ അവസാന കാലഘട്ടം ആയി എന്ന്. അപ്പോൾ അവസാനമായി എന്ന് തിരിച്ചറിയുമ്പോഴല്ല നമ്മളെ തന്നെ നമ്മൾ ഒരുക്കേണ്ടത്, മറിച്ച് എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവരായിട്ട് മാറണം എന്നാണ് കർത്താവ് ഇതിലൂടെ അർത്ഥമാക്കുക. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും മാറ്റി മാറ്റി വയ്ക്കുന്ന ആളുകളാണ്. ഇത് ചെയ്യാവുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്, പക്ഷേ അത് ഇന്ന് വേണ്ട, നാളെ ആവട്ടെ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി മാറ്റി വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു ടെൻഡൻസി നമുക്ക് പലപ്പോഴും കടന്നു വരാറുണ്ട്. എന്നാൽ കർത്താവ് ഇന്നത്തെ വചനത്തിലൂടെ നമ്മോട് പറയുന്നത് നിങ്ങൾ അങ്ങനെ മാറ്റി വച്ച് പോകേണ്ടവരല്ല, മറിച്ച് നിങ്ങൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ എപ്പോഴും ഒരുക്കത്തോടു കൂടി ആയിരിക്കണം. കാരണം കർത്താവിൻ്റെ രണ്ടാമത്തെ ആ വരവ് എന്ന് പറയുന്നത് വളരെ ശക്തിയോടും മഹത്വത്തോടും കൂടെ നടക്കുന്ന ഒന്നാണ്. തൻ്റെ ഒന്നാമത്തെ വരവിൽ വന്നതുപോലെയല്ല, തൻ്റെ പൂർണ്ണമായ മഹത്വത്തോടു കൂടിയായിരിക്കും രണ്ടാമത്തെ വരവിൽ കർത്താവ് കടന്നു വരിക. ആ സമയം തനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരെ എല്ലാ ദിക്കുകളിൽ നിന്നും അവിടുന്ന് ഒരുമിച്ച് കൂട്ടുമെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ആ ഒരുക്കത്തോടു കൂടെ ജീവിക്കുന്നവരെയായിരിക്കും ആ നിമിഷം കർത്താവ് ഒരുമിച്ച് കൂട്ടുക. അപ്പോൾ ആ ഒരു ഗണത്തിലേക്ക് നമ്മൾ എണ്ണപ്പെടണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുക്കത്തോടു കൂടി ആയിരിക്കുക എന്നതാണ്. കാരണം പിതാവായ ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് പുത്രനായ ദൈവത്തിൻ്റെ രണ്ടാമത്തെ ആഗമനം എപ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ അടയാളങ്ങൾ കാണുമ്പോൾ ഉടനെ അത് സംഭവിക്കണമെന്നില്ല, പക്ഷേ ഏത് നിമിഷവും അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ മരണവും അതുതന്നെയാണ്. ജനിച്ച എല്ലാവർക്കും തന്നെ മരണമുണ്ടാകും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ ആ മരണം എപ്പോൾ സംഭവിക്കും എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ആ ഒരു മരണത്തെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതകാലത്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, നന്മ പ്രവർത്തികൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മരണത്തെ സ്വാഗതം ചെയ്യുവാൻ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ചില ആളുകൾ കിടക്കയിൽ ആകുന്ന അവസരത്തിലാണ് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ, ഇതുവരെ ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിച്ചാണ് ജീവിച്ചിട്ടുള്ളത്, മറ്റുള്ളവർക്ക് അതിലെ കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, അവരോട് ഞാൻ മോശമായി പെരുമാറിയിട്ടുണ്ട്, അങ്ങനെയെല്ലാം പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അവസാന കാലഘട്ടത്തിൽ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും അവർക്കുണ്ടാവുക. ഒന്ന് കിടക്കയിൽ നിന്ന് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും നന്മ പ്രവർത്തികളൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ എന്ന് അവർ ചിന്തിക്കുക. പ്രിയമുള്ളവരെ, ആ ഒരു അവസ്ഥയിലൂടെ അല്ല നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ടത്, മറിച്ച് യേശുനാഥൻ ഏത് നിമിഷം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും പൂർണ്ണമായി ഒരുക്കത്തോടെ അവനെ സ്വീകരിക്കാൻ തക്ക വിധം നമ്മൾ തന്നെ ഒരുക്കി നിർത്തുമ്പോഴാണ് അവിടെ ദൈവത്തിൻ്റെ ആ വിളി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ 4 ദിക്കുകളിൽ നിന്നും എന്ന് പറയുമ്പോൾ ലോകം മുഴുവനിലുള്ള എല്ലാവരെയും കർത്താവ് ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. പക്ഷേ ആ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഗണത്തിൽ എനിക്കും ചേരണമെങ്കിൽ, ആ ഗണത്തോടു കൂടെ എന്നെയും എണ്ണണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ ഒരുക്കത്തോടെ ജീവിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാക്കണം. എന്നാൽ ഈ ദിവ്യബലിയെ സംബന്ധിക്കുമ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് എനിക്ക് എപ്രകാരം ജീവിക്കുവാൻ സാധിക്കുന്നു? ഇതുവരെ എൻ്റെ ജീവിതം ഒരുക്കത്തോടു കൂടെ ഉണ്ടായിരുന്ന ഒരു ജീവിതമാണ്, അതോ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് പോലെ ഇന്നത്തെ ആകുലതകൾക്ക് മാത്രമാണോ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ മാത്രമാണോ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാറുള്ളത്? പലരുടെയും ജീവിതത്തിൽ അന്നന്ന് നടക്കുന്ന പല കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും പ്രാധാന്യമുണ്ടാവുക. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ അസ്വസ്ഥരാകും, പക്ഷേ നാളെ ആ വാർത്തയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല.
നമ്മുടെ ജീവിതത്തിൽ പല ദുരിതങ്ങൾ കടന്നു വരും. അതിൻ്റെ സമയത്ത് നമ്മൾ ഒത്തിരിയേറെ ആകുലരാകും. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വ്യസനപൂർവ്വം ചിന്തിക്കും. പക്ഷേ പിന്നീട് അത് മറന്നു പോകും. എന്നാൽ കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾ അതുപോലെ മറക്കാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ കർത്താവിന് നിരന്തരം നന്ദി പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി ഒരുക്കത്തോടെ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടിയും നമ്മൾ ഒരുക്കത്തോടെ ഇരിക്കണം. അതിനാൽ ഇന്നത്തെ ഈ ദൈവബലിയിൽ ആ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. സദാ ജാഗരൂകരായി നമ്മുടെ ജീവിതത്തെ സംരക്ഷിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപ സാഹചര്യങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഏതെല്ലാം രീതിയിൽ കർത്താവിനെ പ്രീതിപ്പെടുത്താമോ ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.